ഹലോ എസ് മൊമെൻറ്റ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചെറിയ ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചെറിയൊരു ഫേഷ്യൽ ടിപ്സ്. നമ്മൾ പെട്ടെന്ന് നമ്മൾക്കൊന്ന് എന്താ പറയുക, ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ ടൈമില്ല എന്നുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനും പറ്റിയൊരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ആൻറ്റി ഏജിങ്ങിനായാലും നമ്മളുടെ ഫേസിൽ അല്ലെങ്കിൽ നെക്കിലുള്ള റിങ്കിൾസൊക്കെ കുറയാനും എല്ലാത്തിനും പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തക്കാളിയാണ്. തക്കാളിയും ഒരു സ്പൂൺ പാലും, പിന്നെ ആവശ്യമുള്ളത് പാക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊടിയാണ്. അതിപ്പോൾ നമ്മൾക്ക് 3 ഐറ്റം എടുക്കാം. കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ നല്ല റിഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയോ ആണെങ്കിൽ നമ്മൾക്ക് അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഓരോരുത്തരുടെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാനതിൽ പാക്കിലിടാനായിട്ട് പോകുന്നത് കടലപ്പൊടിയാണ്. ഈ പാക്കിൽ ഒട്ടേറെ നമ്മൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണ്. പിഗ്മെൻറ്റേഷൻ പോകാനാണെങ്കിലും പിഗ്മെൻറ്റേഷൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഫേസിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് അണ്ണീവനാണ്. അതെന്തായാലും നമ്മളുടെ കവിളിലുള്ള കളറായിരിക്കത്തില്ല, നമ്മളുടെ താടിക്ക് അല്ലെങ്കിൽ മൂക്കിൽ അല്ലെങ്കിൽ നെറ്റിയിൽ എല്ലായിടത്തും ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കളർ ചേഞ്ചൊക്കെ വളരെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ പാക്ക് സാധിക്കുന്നതാണ്. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ ഒത്തിരി മാറ്റം വരാൻ സാധിക്കും. പിന്നെ ഫേസ് നല്ല ഗ്ലോ ആവാനായിട്ട് സാധിക്കുന്ന ഒരു ഐറ്റമാണ് തക്കാളി എന്ന് പറയുന്നത്. ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ എല്ലാം കുറയാനും റിങ്കിൾസ് എല്ലാം കുറയാനും എല്ലാനും വളരെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ പാലാണ്. അപ്പോൾ ഞാൻ പാലെടുത്തിട്ടുണ്ട്. അതൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഫേസിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലുപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ജെൻറ്റിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഫേസിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കഴുത്തിൽ നമുക്ക് കറുത്ത അടയാളങ്ങൾ, ബ്ലാക്ക് മാർക്സ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ കഴുത്തും കെയർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ഫേസിൽ ചെയ്ത് കൊടുത്താലും നമ്മളത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫേസും കഴുത്തും നല്ലതുപോലെ പാലുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ഒരു വൈറ്റനിങ് ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ. സ്കിൻ നല്ലോണം വൈറ്റ് ആവാനും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്രൈറ്റനായിട്ടിരിക്കും ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ. അപ്പോൾ ഞാൻ പാല് എല്ലാം തന്നെ ഫേസിൽ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു നല്ല പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട്. ആ തക്കാളി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് ഫേസിലെല്ലാം നന്നായിട്ട് തക്കാളി ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്ക് തയ്യാറാക്കാനും അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇടാനും ഒന്നും ടൈം കിട്ടാത്തവരാണ് എങ്കിൽ പോലും നമ്മൾ ഈ തക്കാളി മുറിച്ചിട്ട് ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഫേസ് ക്ലീനായിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഇടയ്ക്ക് എന്താ പറയുക, നമുക്ക് ടൈം കിട്ടുന്ന പോലെ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിനൊന്നും അധികം ടൈം ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തക്കാളി എടുത്തിട്ട് സ്കിന്നിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സ്കിൻ നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനും ഇനിയിപ്പോൾ അധികം സൺ ടാനും പിഗ്മെൻറ്റേഷനൊന്നും വരാതിരിക്കാനും എല്ലാം ഇതുകൊണ്ട് സാധിക്കും. പിമ്പിൾസ് വരാതെ നോക്കാനും ഇതുകൊണ്ട് പറ്റും കേട്ടോ. ഇനി പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിമ്പിൾസ് എല്ലാം കുറയും. ഒരു 10 മിനിറ്റോളം ചെറുതായിട്ട് എന്താ പറയുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ സ്ഥലത്തും. മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ആൻറ്റി ഏജിങ് പാക്ക് കൂടിയാണിത്. നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിനി പാക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കടലപ്പൊടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കടലപ്പൊടിയാണുള്ളത്. ഇനിയിപ്പോൾ ചെറുപയർ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നന്നായിട്ട് തക്കാളി തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി അങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അതിനകത്തേക്ക് കടലമാവിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഫേസിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ മാത്രമല്ല കേട്ടോ, കഴുത്തിലും കൂടി നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു 10-13 മിനിറ്റ് വരെ നമുക്ക് ഫേസിൽ വെച്ചിരുന്നാൽ മതി. അധികം ഡ്രൈ ആവരുത്. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വെറ്റ്നെസ് മാറി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളുടെ സ്കിന്ന് തന്നെ ഒരു ടൈറ്റൻ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. സാധാരണ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾക്കൊരു റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഈ ഫേഷ്യൽ ടിപ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾക്കതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല മോയ്സ്ചറായിട്ടും എല്ലാം ഇരിക്കും. ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അധികം ഡ്രൈ ആവാൻ നിൽക്കുന്നില്ല, നമുക്കിത് വാഷ് ചെയ്യാം.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്താ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫേസിൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഫേസൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ ആൻറ്റി ഏജിങ് ആണിത്. ആൻറ്റി ഏജിങ് മാത്രമല്ല, റിങ്കിൾസ്, പിന്നെ നമ്മുടെ സൺ ടാൻ, ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. ഞാൻ പാക്ക് ഇട്ടതിന് ശേഷമുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഫേസിൽ ആ ഗ്ലോ. ഇപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്താണ്, ഫ്രഷ് ആയിട്ടുള്ള ഫേസാണ്. വിത്തൗട്ട് മേക്കപ്പ്, വിത്തൗട്ട് മോയ്സ്ചറൈസർ, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെറുതെ പാക്ക് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്സായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.